ഹായ് 24 ട്രാവൽ സ്റ്റോറീസ്. ഇപ്പോൾ നമ്മൾ കോതമംഗലം പാച്ചേറ്റി തലക്കോട് എന്നുള്ള സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളിയുണ്ട്. പക്ഷേ എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള ഭൂമിക്കടിയിലുള്ള ഒരു പള്ളി. നമുക്കിതൊന്ന് കണ്ടുപോകാം. എൻ്റെ പേര് യൂനുഷ ഖാദിരി എന്നാണ്. സിദ്ദീഖ് പീർ എന്ന് അറിയപ്പെടും. ഈ പള്ളി പണിയാനുണ്ടായ പ്രചോദനം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ ഗുഹ ഉണ്ടാക്കിയിട്ട് ധ്യാനം ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാക്കിയ ഒരു സംരംഭമാണ്. അപ്പോൾ അത് എനിക്കൊരാൾക്ക് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് വേറെ ആശയത്തിലേക്ക് വന്ന് ഇത് എന്തുകൊണ്ടും മറ്റ് മതസ്ഥർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്നുണ്ടാക്കിയാൽ എന്താണ് എന്നുള്ള ഉദ്ദേശം വന്ന് അങ്ങനെ അത് 9ഓളം ധ്യാനപീഠങ്ങളുണ്ടാക്കി, 2 മുറികളുണ്ടാക്കി, സർവ്വമതങ്ങൾക്കും വന്ന് അവിടെ ആരാധന നടത്താനുള്ള ഒരു സൗകര്യം പെർമിഷനാക്കി. പിന്നെ ഒരു മുസ്ലിം പള്ളി വേണമെന്ന് ഉദ്ദേശിച്ച് അപ്പോൾ ഒരു ചെറിയ പള്ളി എനിക്ക് ഉണ്ടാകാം. അത് ഭൂമിയുടെ അടിയിൽ എല്ലാം നിശബ്ദമായി ഒരു കോലാഹലങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആരാധന നടത്താൻ ഒരു ക്ലോക്കിൻ്റെ ശബ്ദം പോലും അവിടെ നിന്ന് ഇല്ലാത്ത ഒരവസ്ഥയിലാക്കി. അത് നിങ്ങൾക്ക് ആ പള്ളീൻ്റെ അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോൾ മനസ്സിലാവും. നിശബ്ദമായിട്ടുള്ള ഒരു ആരാധന കേന്ദ്രമാണ്. അപ്പം അങ്ങനെയാണ് ഒരു ചെറിയ പള്ളിക്കുള്ള ആ ഒരു ഉദ്ദേശം ഉണ്ടായത്. അതിൻ്റെ പേരിലാണ് നമുക്കപ്പോൾ ലോകത്തിൽ വെച്ച് ഏറ്റവും ചെറിയ പള്ളിക്ക് ഉള്ള അവാർഡാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന ഹൈദരാബാദിൽ ഒരു ജിന്നു മോസ്ക് ആയിരുന്നു. ഈ ജിന്നു മോസ്ക് 110 സ്ക്വയർ ഫീറ്റാണ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് 80 സ്ക്വയർ ഫീറ്റിന് താഴെയാണ്. ഇത് ഒരു 14 പേരാണ് അത് തുരക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉണ്ടാകുന്നത്. എല്ലാം എൻ്റെ അനുയായികളാണ്, എൻ്റെ ശിഷ്യന്മാരാണ്. 60 ദിവസം കൊണ്ട് 2 കൊല്ലമായി മൊത്തം നിർമ്മാണം തുടങ്ങിയിട്ട്. അതിൽ ആഴ്ചയിൽ ഒരു ദിവസം, ഒരു ഞായറാഴ്ചയാണ് വർക്കിംഗ് ഡേ. അങ്ങനെ 60 ദിവസം. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഗുഹയുടെ നിർമ്മാണം കഴിഞ്ഞ് പള്ളി അവിടെ നിർത്തി. എന്നിട്ട് മഴയൊക്കെ പെയ്ത് മഴയൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി, അവിടെ വെള്ളം വരും അതൊക്കെ നോക്കി എന്നിട്ടാണ് ആ പള്ളിയുടെ സ്ഥലം ഡിക്ലെയർ ചെയ്തത്. യൂട്യൂബിലാണ് പള്ളിയെക്കുറിച്ച് അറിയുന്നത്. ഇദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്. വർഷങ്ങളായി ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പാവപ്പെട്ടവരെ സഹായിക്കലും മറ്റ് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ, ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പള്ളി പണിതെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കണ്ടേക്കാം എന്ന് തോന്നി അങ്ങനെ വന്നതാണ്. പള്ളിയുടെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മീയ അന്തരീക്ഷം കിട്ടുന്ന ഒരിതാണ്, പള്ളിയാണ്. അപ്പോൾ പള്ളിയുടെ വിശേഷങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇനി ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കാണാൻ ശ്രമിക്കുക. നല്ലൊരു അന്തരീക്ഷം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.